ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFAയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ നടക്കാൻ പോകുന്ന VFA കമ്പനി ബോർഡ് LGS വെബ്കോ LDC എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഇതിനകത്ത് പലർക്കും വരുന്ന സംശയമാണെങ്കിൽ ഒരു കൺസേൺ ആണ് ഈ പറയുന്ന VFA എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ജോലി വരുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജോബ് പ്രൊഫൈൽ വരുന്ന ഒരു പോസ്റ്റ് ആണോ, അല്ലെങ്കിൽ അവിടെ വരുന്ന നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ടഫ് ആയിട്ടുള്ള ജോബുകൾ അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി നോക്കാൻ പറ്റാത്ത കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ ആണോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും വരുന്ന കുറെ പേർക്ക് വരുന്ന സംശയമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ LGSന്റെയോ അല്ലെങ്കിൽ LD പോസ്റ്റുകളുടെയൊക്കെ ആ ഒരു ജോലി സ്വഭാവം അല്ല ഏതിന് വരുന്നത്, VFAക്ക് വരുന്നത് അല്ലെ. ഇപ്പൊ LDCക്ക് മുകളിലാണോ അല്ലെങ്കിൽ അതിന് താഴെയാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കൻസ് വന്ന് ഈ പറയുന്ന പോലെ ഒരു ജംബോ ലിസ്റ്റ് ഒക്കെ ഇട്ട് നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് ആണ് നിയമനങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുക. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വലിയ ആളുകൾ വരുന്ന ഒരു ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിൽ നിന്നും LD പോലെ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS ഒക്കെ പോലെ അല്ലെങ്കിൽ കമ്പനി ബോർഡ് ഒരുപാട് ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം നിയമനമൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റ് ആണോ VFA എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ല അല്ലെ. പക്ഷേ ലിസ്റ്റിൽ വരുന്നതിൽ മെജോറിറ്റി ആളുകൾക്കും കിട്ടാൻ സാധ്യതയുള്ള കാരണം അത്ര ഒരുപാട് പേരുടെ എണ്ണമൊന്നും വരുന്ന അങ്ങനത്തെ ലിസ്റ്റുകളല്ല പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, പബ്ലിഷ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലാണ് നിയമനം നടക്കുക. അപ്പൊ ഈ ഒരു ജോലിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് VFAക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ലോങ് ടേം നോക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യോഗ്യത എന്താണ്? നിലവിൽ 10th ആണ്, 10th ക്ലാസ് ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, യോഗ്യത വരുന്നത്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് അറിയാം, നേരത്തെ ഈ പറഞ്ഞ വില്ലേജ് മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അതിന് 7th ക്ലാസ് ആയിരുന്നു, 7th ആയിരുന്നു യോഗ്യത വന്നിരുന്നത് അല്ലെ. 7th ക്ലാസ് ആയിരുന്നു യോഗ്യത വന്നിരുന്നത്. അത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്തു, 10th ക്ലാസ് യോഗ്യതയിലേക്ക് മാറ്റി. അതിനുശേഷമാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പുതിയ പോസ്റ്റ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ നിലവിൽ നമുക്കറിയാം പുതിയ പേ സ്കെയിലും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം വലിയ ഒരു വ്യത്യാസം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കറിയാം LGSന് നിലവിൽ ബേസിക് പേ എന്ന് പറയുന്നത് 23,000 ആണ്, 23,000 ആണ് അല്ലെ. LDയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഏകദേശം 26,500 ആണ് LDCയുടെ നിലവിലെ ബേസിക് പേ വരുന്നത്. അപ്പോൾ LGSനും LDക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ബേസിക് പേ ആണ് ഏതിന് വരുന്നത്, ഈ പറയുന്ന പോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വരുന്നത് അല്ലെ. അത് LGSന്റെ കൂടെ ജസ്റ്റ് ഒരു ഇൻക്രിമെന്റ് കൂടെ ആഡ് ചെയ്ത് 23,700 ആണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, VFAയുടെ ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് അല്ലെ. അപ്പൊ LGSന് തൊട്ട് മുകളിലാണ്, പക്ഷേ LDയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ DA HR ഒക്കെ കൂട്ടി നിലവിൽ ഇപ്പോൾ ആകെ വരുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 33,000-34,000 രൂപയ്ക്കകത്തൊക്കെയാണ് എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ആകെ സാലറിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കാൻ സാധ്യതയുള്ളത് നമുക്കറിയാവുന്ന പോലെ നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് തീരുമാനം വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാവുന്ന പോലെ 7th ക്ലാസ് യോഗ്യത എന്നുള്ളതാണ് 10th ക്ലാസ് യോഗ്യതയായിട്ട് എന്ത് ചെയ്തത്, കൂട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും യോഗ്യതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തിന്റെ കേസിലും ഉണ്ടാകണം, സാലറിയുടെ കേസിലും ഉണ്ടാകണം എന്നുള്ളൊരു ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് വരുമോ എന്നുള്ളത് ഭാവിയിൽ അത് അത്രത്തോളം ചർച്ചകൾ നടക്കുന്നു, എങ്ങനെ അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളെല്ലാം നടക്കുന്നു അല്ലെ. സർവീസിനകത്ത് നടക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും അതിന്റെ ചർച്ചകൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഒരു പേ റിവിഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അത് ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ആ യോഗ്യതയിൽ ഉണ്ടായ മാറ്റങ്ങളുടെ ബേസിസിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യത അതെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ VFAയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് അവിടുത്തെ പ്രൊമോഷൻ സാധ്യതകളാണ്. ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പലപ്പോഴും നമ്മൾ VFAയുടെ കേസിൽ പറയാറുള്ളത്, ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പറയാറുള്ളത് എന്താണ്, അവിടുത്തെ പ്രൊമോഷൻ സാധ്യതകളാണ്. കാരണം നമുക്കറിയാം ഇതിൽ നിന്നും അടുത്തേക്ക് നമുക്ക് വരുന്ന എന്താണ്, VFAയുടെ മുകളിലേക്കുള്ള പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് LD പോസ്റ്റിലേക്കാണ് അല്ലെ. LD പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകളും കൂടെ എല്ലാം വരുന്നത്. പക്ഷെ നമുക്കറിയാം അത് സെപ്പറേറ്റ് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് എന്തായിരിക്കും ഈ പറഞ്ഞ പ്രൊമോഷനിലൂടെ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറച്ച് കുറവാണ് എന്ന് വെച്ചാൽ ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൊമോഷണൽ സാധ്യത എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. പലരും ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് VFAയുടെ കേസിൽ പറയുന്നത് ഈ പ്രൊമോഷൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് എന്നുള്ളത് തന്നെയാണ് അല്ലെ. പക്ഷെ LDCയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും എക്സാംസ് എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി വരുന്നത് നിങ്ങൾക്ക് അവിടെ LDയിലേക്കുള്ള ബൈ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് നിങ്ങൾ മാർക്ക് എഴുതി നിങ്ങൾക്ക് അറിയാലോ 40% ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റും. അങ്ങനെ ബൈ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻസ് അല്ലെ, പ്രൊമോഷനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതിനെ എങ്ങനെ ഒരു പരിധി വരെ കവർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ അത് LDCയിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, ബൈ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ VFAയിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. നിലവിലെ ലിസ്റ്റിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ലാഗ് ഇതിന്റെ കേസിൽ വന്നിട്ടുണ്ട്, VFAയുടെ നിയമനത്തിന്റെ കേസിൽ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, VFA എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിങ്ങൾ ഒത്തിരി നിയമനം നടക്കും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടെന്ന് കിട്ടുന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം LDCയുടെ LGSന്റെ പോലെ ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഒന്നും ഒരിക്കലും എന്തിനു വരാറില്ല, VFAക്ക് വരാറില്ല.
എങ്കിലും അതിൽ നിന്ന് മാക്സിമം നിയമനങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇതിന് വരുന്ന കുറച്ച് പോസിറ്റീവ് സൈഡ് ഒന്ന് നിങ്ങൾക്ക് അറിയാം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി വരുന്നത് അല്ലെ. അതൊരു വലിയ കാര്യമാണ്. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന PSC ജോലികൾ നോക്കുമ്പോൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി കിട്ടുന്നത് എന്നുള്ളത് വളരെ ഡിഗ്നിറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും? നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ സ്വന്തം ജില്ലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, VFA നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ വില്ലേജിന്റെ അല്ലെങ്കിൽ അഡ്വൈസിന്റെ എണ്ണം നോക്കിയിട്ട് വേറെ ജില്ലകളിൽ കൊണ്ടുപോയി വെക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പഠിച്ചാൽ സ്വന്തം ജില്ലയിലും കിട്ടാൻ സാധ്യതയുള്ള കാര്യം വലിയൊരു ഏറ്റക്കുറച്ചിലൊന്നും ഇന്നില്ല. ഇപ്പോൾ വയനാടൊക്കെ വളരെ കുറവായിരിക്കും. അല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലാത്ത ജില്ലകൾ തമ്മിൽ വലിയൊരു ഏറ്റക്കുറച്ചിലൊന്നും വേക്കൻസിയുടെ കേസിൽ വരുന്നില്ല. അപ്പൊ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത് പ്രിഫർ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, VFA എന്ന് പറയുന്നത് അല്ലെ. VFA ഒക്കെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന പോലെ വീടിനടുത്തൊക്കെ അല്ലെങ്കിൽ എന്താണ് സ്വന്തം നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ട്രാൻസ്ഫർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ സാധ്യതകൾ കൂടുതലുള്ള ഒരു പോസ്റ്റും കൂടിയാണ് അല്ലെ. അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി, നാട്ടിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫീൽഡ് വർക്ക് ആണ് അല്ലെ. അത് ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നതിൽ പോലും ഫീൽഡ് ഓഫീസ് വർക്കിനേക്കാൾ കൂടുതൽ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി ഇത് പഠിക്കുന്നതിന്റെ മറ്റൊരു ഗുണം എന്ന് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. ഒന്ന്, BFAയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹയർ ലെവൽ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് ജോലി കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഫീൽഡ് വർക്കാണ് കുറച്ച് ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ അവിടുത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഓവർലോഡ് ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം BFAയുടെ എക്സാംസ് കഴിയുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്? നെക്സ്റ്റ് LDCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LDക്കും BFAക്കും നിങ്ങൾക്കറിയാം സെയിം സിലബസ് ആണ്. ഈ വരാൻ പോകുന്ന BFA ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സിലബസ് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി പഠിക്കാനായിട്ട് പറ്റുക? ഇനി വരാൻ പോകുന്ന LDC എക്സാമിന് വേണ്ടിയിട്ട് വരുന്നത്. സോ ആ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സിലബസിന്റെ പഠനം നിങ്ങൾക്ക് എന്തിനും യൂസ്ഫുൾ ആണ്, ഇനി വരാൻ പോകുന്ന LDC എക്സാമിനും യൂസ്ഫുൾ ആണ്. അപ്പോൾ VFAയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് സൈഡ്, ജോബ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പ്രൊമോഷന്റെ സാധ്യത എന്നുള്ളത് അവിടുത്തെ ഒരു റിയാലിറ്റിയാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പക്ഷെ എന്ത് വരുന്നുണ്ട്? ബൈ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് പ്രൊമോഷൻ സാധ്യത അതിനെ ഓവർകം ചെയ്യാന്നുള്ളതല്ല, അതൊരു നെഗറ്റീവ് തന്നെയാണ്. പ്രൊമോഷൻ എന്നുള്ളത് ഈ ഒരു കേസിൽ എന്താണ്, നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് മറ്റു ജോലികളിലേക്ക് നോക്കാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള സിലബസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. സോ ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ എസ്പെഷ്യലി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ജോലിയാണെന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും LGSനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, BFA എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇനി നമുക്കറിയാം ഈ പറയുന്ന പോലെ നമ്മുടെ എക്സാം ഡേറ്റ് 10th പ്രിലിംസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഉടനെ തന്നെ വരും. മെയിൻസ് നമുക്ക് ഈ പറയുന്ന പോലെ സെപ്റ്റംബർ ടു നവംബർ മന്താണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നവംബറിലേക്ക് ഒന്നും നമുക്ക് നീണ്ടുപോകുന്നതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇവൻ ആ ടെൻറ്റേറ്റീവ് ഡേറ്റ്സിന് മുമ്പ് നടന്നാലും നമുക്ക് വലിയ അത്ഭുതമൊന്നും പറയാനായിട്ടില്ല. കാരണം പല ജില്ലകളിലും നവംബർ ആകുമ്പോഴത്തേക്ക് എന്ത് വരേണ്ടതായിട്ടുണ്ട്? ഈ പറയുന്ന പോലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. സോ എക്സാം ഒന്ന് നവംബർ വരെ നീണ്ടുപോകും എന്നൊന്നും തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട. സെപ്റ്റംബർ ടു നവംബർ കൊടുത്തുകൊണ്ട് നവംബറിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. മാക്സിമം സെപ്റ്റംബറിൽ തന്നെ നടക്കാനുള്ള സാധ്യതയാണ്. അതിന് മുൻപ് നടക്കാനുള്ള സാധ്യതയും കൂടെ നമ്മൾ എന്താണ്, ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ തന്നെ എപ്പോഴും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇനി മെയിൻസിന് പഠിക്കാൻ വേണ്ടി വളരെ കുറച്ച് സമയം വരുന്നുള്ളൂ. ഈ വരുന്ന ലിമിറ്റഡ് ടൈമിൽ മാക്സിമം റിസൾട്ട് ആണ്. കാരണം VFA, ബെവ്കോ LDC, കമ്പനി ബോർഡ് എക്സാംസിന് വേണ്ടി ഇതിന്റെ മെയിൻസിന് വേണ്ടി, പ്രിലിംസിന് വേണ്ടി മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിലേക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ് നമ്മുടെ ഒരു 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. ഇനി എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ബാച്ചസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒറ്റ പഠനത്തിലൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 3 എക്സാമുകളാണ്. അപ്പൊ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ 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 ലേറ്റ് ആണ്. കാരണം ആപ്ലിക്കൻസ് ഒരുപാട് വരുന്നുണ്ട്. അവരെ ഓവർകം ചെയ്ത് ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. സോ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതിനോടൊപ്പം തന്നെ പാരലായിട്ട് PYQ ബേസ്ഡ് റിവിഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. അതുപോലെ റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ പഠിക്കുകയും ചെയ്യും, അത് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സസും ഉണ്ടാവും. കറന്റ് അഫേഴ്സിന് സ്പെഷ്യൽ സെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ്.